ഹലോ, ഇന്ന് നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഈ പൂക്കളുള്ള ചെടികളൊക്കെ കുറെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ ഇങ്ങനത്തെയൊക്കെ ഉള്ളൂ. ഇനി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് ഈ 2 ചെടികളാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടത് കാണാൻ. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോ കുറച്ച് ചപ്പും കാടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പെറുക്കി കളഞ്ഞു. നമ്മുടെ ദേതുമോൻ ഇത് അവിടെ കഞ്ഞിയും കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതേപോലെ നമ്മുടെ വീടിന്റെ സൈഡിലായിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. പച്ചമുളകും അതേപോലെ തക്കാളിയൊക്കെയാണ് കേട്ടോ. കുറച്ച് സപ്പോർട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഇത് നമ്മുടെ മാംഗോസ്റ്റിന്റെ മരമാണ് കേട്ടോ. ഇതില് കായ ഉണ്ടായിട്ടില്ല. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഇതിലും ഉണ്ടായിട്ടില്ല. ഇത് പിന്നെ മാവാണ് കേട്ടോ. ഇതിൽ അത്യാവശ്യം മാങ്ങയൊക്കെ ഉണ്ടാവില്ലുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ. ഹലോ, ഇന്ന് നമ്മുടെ വീടിന്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഈ പൂക്കളുള്ള ചെടികളൊക്കെ കുറെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ ഇങ്ങനത്തെയൊക്കെ ഉള്ളൂ. ഇനി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് ഈ 2 ചെടികളാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടത് കാണാൻ. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോ കുറച്ച് ചപ്പും കാടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പെറുക്കി കളഞ്ഞു. നമ്മുടെ ദേതുമോൻ ഇത് അവിടെ കഞ്ഞിയും കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതേപോലെ നമ്മുടെ വീടിന്റെ സൈഡിലായിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. പച്ചമുളകും അതേപോലെ തക്കാളിയൊക്കെയാണ് കേട്ടോ. കുറച്ച് സപ്പോർട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഇത് നമ്മുടെ മാംഗോസ്റ്റിന്റെ മരമാണ് കേട്ടോ. ഇതില് കായ ഉണ്ടായിട്ടില്ല. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഇതിലും ഉണ്ടായിട്ടില്ല. ഇത് പിന്നെ മാവാണ് കേട്ടോ. ഇതിൽ അത്യാവശ്യം മാങ്ങയൊക്കെ ഉണ്ടാവില്ലുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.